വന്നിരിക്കുന്നത് അങ്ങ് വിദേശത്ത് നിന്ന് നമുക്കൊരു പടത്തിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ദ ഫ്യൂരിയസ് എന്നാണ്. ഇത് ചൈനീസ് പടമാണ് ആക്ച്വലി ചൈനീസ് പടമാണ്. അപ്പോൾ അതിൻ്റെ ടിഫിൽ ടൊറൻറ്റോ ഫിലിം ഫെസ്റ്റിവലൊക്കെ കളിച്ച പടമാണെന്ന് പറയുന്നത്. സോ നമുക്ക് അതിൻ്റെ ഒരു ട്രെയിലർ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോയുടെ താഴെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ പടത്തിൻ്റെ ട്രെയിലർ കണ്ടു നോക്കാൻ. സോ നമ്മൾ ആ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. വെടിപ്പടം തന്നെ. അച്ഛൻ പാസം മിസ്സിംഗ് ചൈൽഡ് ടേക്കൺ. അടുത്തേക്കുന്നു. കുറേ അടുത്ത് പോയിട്ടുണ്ട്. മകളും ഭാര്യയും ജോണിജായുടെ ഒരു അല്ലേ, ജോണിജ ചെയ്യുന്ന പഴയ പടങ്ങൾ പോലെ. ആഹാ, ടോണിജാക്കാട്ടിലും കൂടുതൽ ഞാൻ പറയുന്നത് ഇക്കോയ്സ് ചെയ്ത പടം, ആ ടൈപ്പ് പടം. പുള്ളിയുടെ നല്ല പടങ്ങളല്ലോ. അതായത് പിന്നെ ഓൺ ബാക്ക് ഫസ്റ്റ് പാട്ടൊക്കെ ഇല്ലേ, അതിൽ പുള്ളി ഇതുപോലെ പോയി ഫൈറ്റൊക്കെ ചെയ്യുന്നത്. വില്ലനാ തോന്നുന്നു. മെയിനാണ് എല്ലാ പടത്തിലും നടന്നത്. ഇവരെല്ലാവരും കൂടെ ആണോ? അവരെല്ലാവരും തമ്മിലടിക്കുകയാണ്. ദ ഫ്യൂരിയസ്. കൊറിയോഗ്രാഫി വൈസ് കൊള്ളാം, കുറേ നല്ല രസമുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു കേട്ടോ. കൊറിയോഗ്രാഫി വൈസ്, ആക്ഷൻ കൊറിയോഗ്രാഫി വൈസ് കുറേ നല്ല രസകരമായ ഫൈറ്റ് സീക്വൻസ് ഉള്ള പടമാണെന്ന് തോന്നുന്നു. കഥാപരമായി നമുക്കറിയാലോ അത് ഭയങ്കര ജനറിക് സാധനമായിരിക്കും, പക്ഷേ ഇടിയാണ് ഈ പടത്തിൻ്റെ മെയിൻ പറഞ്ഞ ഇടി തന്നെയാണല്ലോ. ഇവർക്ക് വേറെ ഒന്നുമില്ല, ഇവർക്ക് ഇടി ഉണ്ടാക്കുക, ഇടിക്കാൻ വേണ്ടി വളരെ സിമ്പിളായിട്ടൊരു റീസൺ ഉണ്ടാക്കുക എന്നുള്ള സാധനമാണ്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് പടമാണ്. അത് കൊള്ളാം. ട്രെയിലർ നല്ല രസമുണ്ട്. ഈ ലൈക്ക് കുറേ ഇതിനകത്ത് കാണിച്ച ഈ പല ഫൈറ്റ് സീക്വൻസും അതിൻ്റെ ഒരു എക്സ്റ്റൻഡ് വേർഷൻ ആയിരിക്കും നമ്മൾ പടത്തിനകത്ത് ഇത്ര പടത്തിൻ്റെ ഓർഡർ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഓർഡറിൽ തന്നെ ആയിരിക്കും പടമെന്ന് തോന്നുന്നു. മോസ്റ്റ് ഓഫ് ദി ആക്ഷൻ പടത്തിൻ്റെയും ട്രെയിലർ കട്ട്, ഇംഗ്ലീഷ് പടങ്ങളുടെ ട്രെയിലർ കട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഓർഡർ, പടത്തിൻ്റെ ഓർഡറിലായിരിക്കും ഇവർ ഈ കട്ട് ചെയ്യുന്നത്. അതായത് ആ ഇൻസിഡൻറ്റ് നടക്കുന്നു, ആക്ഷൻ, പിന്നെ ആക്ഷൻ 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 മൊണ്ടാഷ്, അതാണ് സംഭവം. കൊള്ളാം. ഈ അടി ഇടി വെടി അത് തന്നെ. എനിക്ക് തോന്നുന്നു കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും ഇവിടെ ഒരുപാട് പേരുടെ അടുത്ത് ഈ ആക്ഷൻ പടങ്ങളുടെ ലിസ്റ്റിൽ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഫേവറേറ്റ് ആകുന്ന പടമായിരിക്കും. അതായത് ഇപ്പോൾ ഒരു സമയത്ത് ജോൺ വിക്ക് ഒരു ഇതാണ്. പണ്ട് ടോണിയുടെ പടം ഒരു സമയത്ത് ഭയങ്കര ഹിറ്റാണ്. പിന്നെ ഇക്കോവൈസിൻ്റെ പടങ്ങൾ ഭയങ്കര, ഇപ്പോൾ റെയ്ഡ് പോലത്തെ പടങ്ങളൊക്കെ കുറേ പേർക്ക് ഭയങ്കര ഫേവറേറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് ചെല്ലുന്ന ടൈപ്പ് ഓഫ് ഒരു പടമായിരിക്കും. നമുക്ക് കഥാപരമായി നമുക്ക് ഉദാഹരണമൊന്നുമില്ല, പക്ഷേ നമ്മൾ എല്ലാവരും ഇൻട്രസ്റ്റിംഗ് ആവുന്ന ഈ ആക്ഷൻ കൊറിയോഗ്രാഫിയിലായിരിക്കും. സോ ഫ്യൂരിയസ് വരട്ടെ.